സീപോർട്ട് എയർപോർട്ട് റോഡിനടുത്ത് ഒരു നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു ഗേറ്റഡ് വില്ല പ്രൊജക്റ്റിനകത്ത് ഒരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഈ വീട്ടിൽ നിന്ന് എല്ലാ പ്രൈം ലൊക്കേഷനിലേക്കും 10 മിനിറ്റ് ഡ്രൈവ് മാത്രമാണുള്ളത്. ആ വീട് കണ്ടാലോ? .8 മീറ്റർ ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. 5 മീറ്ററാണ് ഇവിടെ ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷന് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ കോമ്പൗണ്ട് വാളും ഗേറ്റും ചെയ്തിരിക്കുന്നത്. ഗേറ്റ് കടന്നു വരുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് പതിച്ച ഒരു മുറ്റത്തേക്കാണ്. ഇവിടെയായിട്ടാണ് കവേർഡ് കാർ പാർക്കിംഗ് വരുന്നത്. 15 അടി നീളവും 9.4 അടി വീതിയുമാണ് ഈ കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. പടിഞ്ഞാറ് ദർശനമായുള്ള ഈ വീടിന്റെ മുൻഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഏകദേശം 5 അടിയോളമാണ് ഇവിടുത്തെ വീതി വരുന്നത്. നമ്മളിപ്പോൾ വീടിന്റെ വടക്ക് ഭാഗത്താണുള്ളത്. ഏകദേശം 1.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയെല്ലാം മെറ്റൽ ചിപ്സ് ആണ് പാകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിന്റെ തെക്ക് ഭാഗത്താണുള്ളത്. 1.5 അടിയിലേറെയാണ് ഇവിടെയും വിഡ്ത് നൽകിയിരിക്കുന്നത്. ഇവിടെയും മെറ്റൽ ചിപ്സ് ആണ് പാകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിന്റെ കിഴക്ക് ഭാഗത്താണുള്ളത്. 4.5 അടിയോളമാണ് ഇവിടെ വിഡ്ത് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് വരാം. 5.5 അടി നീളവും 5 അടിയോളം വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിനുള്ളത്. ഗ്രാനൈറ്റിലാണ് ഈ ഒരു സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. പടിഞ്ഞാറ് ദർശനമായുള്ള ഈ വീടിന്റെ പ്രധാന വാതിലും പടിഞ്ഞാറ് ദർശനമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മഹാഗണിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ ലിവിംഗ് സ്പേസിലേക്ക് വരാം. 11 അടിയിലേറെ നീളവും 8.8 അടി വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിനുള്ളത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ സ്പേസ് വരുന്നത്. ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് വരുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെഡ്റൂമും ലെഫ്റ്റ് സൈഡിലായിട്ട് ഡൈനിങ് റൂമും ഇവിടെയായിട്ടാണ് കിച്ചണും നൽകിയിരിക്കുന്നത്. ലിവിംഗിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ 2 ഭാഗത്തായി വളരെ നല്ല രീതിയിൽ ചെയ്ത ഒരു ഇന്റീരിയർ വർക്ക് കാണാം. ഇനി നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് പോകാം. 10.3 അടി നീളവും 9.3 അടി വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ വാഷ് കൗണ്ടറാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ കിച്ചണിലേക്ക് വരാം. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടൊരു ക്രോക്കറി യൂണിറ്റും നൽകിയിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷനും നൽകിയിരിക്കുന്നത്. 8.5 അടി നീളവും 7 അടി വീതിയുമാണ് ഈ ഒരു കിച്ചണിനുള്ളത്. നമുക്കിനി ഈ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് വരാം. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 12.6 അടി നീളവും 10.5 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂം തന്നെയാണിത്. ഇവിടെയായിട്ടാണ് സ്റ്റെയർ നൽകിയിരിക്കുന്നത്.
സ്റ്റെയറിൽ സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വുഡും MS-ലുമാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ വലതുഭാഗത്തായിട്ടാണ് അപ്പർ ലിവിംഗ് സ്പേസ് നൽകിയിരിക്കുന്നത്. 11.5 അടി നീളവും 9 അടി വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന് നൽകിയിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു അപ്പർ ലിവിംഗ് വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 14 അടി നീളവും 10.5 അടിയിലേറെയാണ് ഈ ബെഡ്റൂമിൻ്റെ വീതി വരുന്നത്. ഇവിടെയായിട്ട് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെയായിട്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 12.5 അടിയിലേറെ നീളവും 10.5 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഈ വീടിൻ്റെ ബാൽക്കണിയിലാണുള്ളത്. ഈ ഒരു പോർഷൻ കവേർഡായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് 10.5 അടി നീളവും 10.5 അടി വീതിയുമുള്ള ഒരു ഓപ്പൺ ബാൽക്കണിയും നൽകിയിട്ടുണ്ട്. ബസ് സ്റ്റോപ്പിലേക്ക് 500 മീറ്റർ, സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് 1 കിലോമീറ്റർ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് 1.5 കിലോമീറ്റർ, കിൻഫ്രയിലേക്ക് 1.5 കിലോമീറ്റർ, കാക്കനാട് സെസ്സിലേക്ക് 4.5 കിലോമീറ്റർ, മെട്രോ സ്റ്റേഷനിലേക്ക് 3 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 5 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 6.5 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. 3 സെന്റ് സ്ഥലത്ത് 1672 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 70 ലക്ഷം രൂപയാണ്. തികച്ചും ഈ വില നെഗോഷ്യബിൾ ആണ്. ഈ വീടിന് ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.